ഒരു കുതിരയുടെ പുറത്ത് കയറി വിശാലമായ തുറസായ സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കാനും പ്രശസ്ത കൗബോയിമാരെ പോലെ പാറക്കെട്ടുകളിലും ഗർത്തങ്ങളിലുമൊക്കെ ചാടാനും നമ്മളിൽ ആരാണ് സ്വപ്നം കാണാത്തത്? ചിലർ കുതിരസവാരി പഠന ക്ലാസ്സുകളിൽ ചേർന്നുകൊണ്ട് അവരുടെ കുതിരസവാരി സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചേക്കാം. അതേസമയം മറ്റു ചിലർ സെന്റോറുകളെക്കുറിച്ചുള്ള ഗ്രീക്ക് പുരാണങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് സ്വയം ഒന്നാകാൻ തീരുമാനിക്കുകയും ചെയ്യും. അവിശ്വസനീയമെന്ന് പറയട്ടെ, നോർവേയിൽ നിന്നുള്ള ഐല ക്രിസ്റ്റീൻ എന്ന പെൺകുട്ടി ഒരു കുതിരയാകാൻ തീരുമാനിക്കുകയും അവൾ അതിൽ ചില വിജയങ്ങളും പ്രശസ്തിയുമൊക്കെ കൈവരിക്കുകയും ചെയ്തു. ചില കുട്ടികൾ വലുതാകുമ്പോൾ ബഹിരാകാശ സഞ്ചാരികളോ യൂട്യൂബർമാരോ ആകാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ 4 വയസ്സ് മുതൽ ഐല ഒരു മൃഗമാകണമെന്ന് സ്വപ്നം കണ്ടു. ആദ്യം അവൾ നായ്ക്കളെ ആരാധിക്കുകയും അവയെപ്പോലെ 4 കാലിൽ നടക്കുകയും ചെയ്തു. പക്ഷെ പിന്നീട് കുതിരകൾ നായകളെക്കാൾ ഭംഗിയുള്ളതാണെന്നും നല്ലതുമാണെന്ന് അവൾ മനസ്സിലാക്കി. നിങ്ങൾ ജോനാഥൻ സ്വിഫ്റ്റിന്റെ ഗളിവർ വായിച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധിയുള്ള കുതിരകളുടെ വംശത്തെ നിങ്ങൾ ഓർമ്മിക്കും. പൂർണ്ണതയുടെ മൂർത്തിഭാവമായിരുന്ന ഹൗൺ ഹംസ്. ഇത് രചയിതാവിന്റെ മാത്രം ഭാവനയല്ല. ഈ ഗാംഭീര്യമുള്ള ജീവികൾ ശരിക്കും മനുഷ്യർക്കിടയിൽ ഒരു മതിപ്പ് സൃഷ്ടിക്കുന്നു. കുതിരകളെ അനുകരിക്കുക മാത്രമല്ല, അത്ഭുതകരമായ പരിവർത്തനം കൂടിയാണ് ഐലയുടെ ഹോബി. അവൾ ഒറ്റ രാത്രി കൊണ്ട് കുതിരയുടെ സ്വഭാവവുമായി വന്നവളല്ല. വർഷങ്ങളോളം നീണ്ട കഠിന പരിശീലനത്തിന്റെ ഫലമാണിത്. ഇന്നവൾ എളുപ്പത്തിൽ കുതിച്ചുചാട്ടം നടത്തുകയും വേലികൾക്കും മതിലുകൾക്കും മുകളിലൂടെ പറന്നു ചാടുകയും ചെയ്യുന്നു. മറ്റെല്ലാ കാര്യത്തിലും സ്വന്തം വികാരങ്ങൾ, അനുഭവങ്ങൾ, അഭിലാഷങ്ങൾ, കഴിവുകൾ എന്നിവയുള്ള തികച്ചും സാധാരണയായ ഒരു പെൺകുട്ടിയാണ് ഐല എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. അശ്വാരൂഢ മേഖലയിലെ തൻ്റെ പരിശീലനവും പുരോഗതിയും പോസ്റ്റ് ചെയ്യാൻ ഐലയ്ക്ക് ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടായിരുന്നു. അവളുടെ സബ്സ്ക്രൈബർമാരിൽ ഒരാൾ അവളുടെ ട്വിറ്ററിൽ കുതിര വനിത എന്ന അടിക്കുറിപ്പോടെ അവളുടെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. വീഡിയോയിൽ അവൾ ഒരു നായയുമായി വയലിലൂടെ കുതിച്ചു പായുന്നു. അവൾ ഒരു പൂന്തോട്ടത്തിലെ ബെഞ്ചിനും മേശയ്ക്കും മുകളിലൂടെ വളരെ സമർത്ഥമായി ചാടുന്നത് അസംഭവ്യവും വിചിത്രവുമാണെന്ന് നമുക്ക് തോന്നും. ഈ ട്വീറ്റ് വളരെയധികം ലൈക്കുകൾ നേടി പെൺകുട്ടി വൈറലായി. ജനപ്രീതിക്കൊപ്പം ധാരാളം വെറുപ്പുകാരെയും അവൾ സമ്പാദിച്ചു. കാരണം ഇന്റർനെറ്റ് അങ്ങനെയാണ്. ഐലയ്ക്ക് മോശം കമന്റുകൾ ലഭിക്കാൻ തുടങ്ങി. സാധ്യമായ എല്ലാ വഴികളിലും അവളെ ലൈംഗികമായി ചിത്രീകരിക്കുന്ന കമന്റുകൾ. ആ കമന്റുകൾ കണ്ട് ഐല വല്ലാതെ വേദനിച്ചു. അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് ചോദിച്ചൊരു പോസ്റ്റ് എഴുതാൻ അവൾ നിർബന്ധിതയായി. ആ പെൺകുട്ടിയുടെ കഴിവിനെ അഭിനന്ദിച്ച സബ്സ്ക്രൈബർമാർ അവളുടെ നല്ല അഭിപ്രായങ്ങൾ അവളെക്കുറിച്ച് എഴുതാൻ തുടങ്ങി. ഇഷ്ടമുള്ളത് ചെയ്യാനും തുടരാനും വെറുക്കുന്നവരെ ശ്രദ്ധിക്കാതിരിക്കാനും അവർ അവളെ ഉപദേശിച്ചു. ഐലയുടെ ഇൻസ്റ്റാഗ്രാം കുറച്ചു കാലം തുടർന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ആ അക്കൗണ്ട് ഇപ്പോൾ നിലവിലില്ല. അവൾ അത് ഡിലീറ്റ് ചെയ്യാൻ കാരണമെന്തെന്ന് വ്യക്തമല്ല. ഒരുപക്ഷെ മികച്ച ഒരു ജീവിതത്തിന് വേണ്ടിയായിരിക്കാം. വെറുക്കപ്പെട്ടവരുടെ കുത്തൊഴുക്ക് ആ പെൺകുട്ടിക്ക് സഹിക്കാൻ കഴിഞ്ഞു കാണില്ല. എന്നാലും ഐലയുടെ അക്കൗണ്ട് ഇല്ലാതായതോടെ കുതിരസവാരി എന്ന ആ കല മരിച്ചില്ല. അത്തരം പ്രവർത്തനങ്ങളിൽ വിജയകരമായി ഏർപ്പെട്ടിരിക്കുന്ന പെൺകുട്ടികളുമുണ്ട്. ഉദാഹരണത്തിന് കാനഡയിൽ നിന്നുള്ള അവ വോഗൽഷോ. ജമ്പിങ്ങിന്റെ ഭൗതികശാസ്ത്രം മനസ്സിലാക്കാൻ അവൾ കുതിരയെപ്പോലെ ചാടാൻ ശ്രമിക്കുന്നു. തുടർന്ന് കുതിരശൈലിയിൽ ഹഡിലുകൾ ചാടാൻ തീരുമാനിച്ചു. മറ്റൊരു പ്രശസ്ത വനിതയായ അന്ന സാലണ്ടർ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് 10 വയസ്സുള്ളപ്പോൾ ഹഡിലുകൾ എളുപ്പത്തിൽ ചാടുന്നതിൻ്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. പരിചയസമ്പന്നരായ പരിശീലകരുടെ അഭിപ്രായത്തിൽ അത്തരം വ്യായാമങ്ങൾ മുഴുവൻ ശരീരത്തിൻ്റെയും പേശികളെ വികസിപ്പിക്കുന്നതിന് വളരെ ഉപയോഗപ്രദമാണ്. അപ്പോൾ ഒരു പുതിയ ഒളിമ്പിക്സ് ഇനത്തെക്കുറിച്ച് നമ്മളിനി ചിന്തിക്കേണ്ടതുണ്ടോ?